ട്രംപ് അപമാനിക്കപ്പെട്ടു. ചൈന സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചൈനീസ് പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സ്വീകരിക്കാൻ എത്തിയിട്ടില്ല എന്നുള്ള പുതിയ വിവാദമാണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വളരെ പ്രാധാന്യമായ രീതിയിൽ ഇപ്പോൾ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായിരിക്കുന്ന ഒരു വിശദീകരണം നൽകാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കാത്ത വിധം അവർ വല്ലാതെ രീതിയിൽ മാനസിക പ്രയാസത്തിലാണ് എന്നും പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ ഒരു നേതാവ് മറ്റൊരു രാജ്യം സന്ദർശിക്കുന്ന സമയത്ത് സ്വാഭാവികമായി ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് എയർപോർട്ടിൽ വെച്ച് സ്വീകരിക്കുക എന്നുള്ളത് സ്വാഭാവികമായിരിക്കുന്ന നടപടിയാണ്. എന്നാൽ ചൈനയുടെ പ്രസിഡന്റ് ഷിൻപിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ സന്ദർശനത്തിന് വേണ്ടിയിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് പരാതി. ഇപ്പോഴത്തെ സന്ദർശനവുമായി ബന്ധപ്പെട്ട പ്രധാനമായിരിക്കുന്ന വിഷയം മിഡിൽ ഈസ്റ്റ് നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ടും ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൈന ഇടപെടുകയോ അല്ലെങ്കിൽ ചൈന മധ്യസ്ഥത വഹിച്ചുകൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കുകയോ ചെയ്യണം എന്ന് അപേക്ഷിക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട്. പക്ഷേ അമേരിക്കയുടെ പ്രസിഡന്റ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇറാനും ഈ ചൈനയും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദ ബന്ധം ഊട്ടിയുറപ്പിക്കാനും കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട താരിഫിൻ്റെ വിഷയങ്ങളിലൊക്കെ ഒരു നിജപ്പെടുത്താൻ വേണ്ടിയിട്ടും പെട്രോളിയവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു ഏകോപനം ഉണ്ടാക്കുക, അങ്ങനെ ലോക രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായിരിക്കുന്ന രണ്ട് സൗഹൃദ രാജ്യമായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗഹൃദ സന്ദർശനമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഈ ട്രംപ് പറയുന്നത്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സാധാരണഗതിയിൽ അങ്ങനെ മറ്റൊരു രാജ്യത്തെ സന്ദർശനം നടത്തുക എന്നുള്ളത് ട്രംപ് സാധാരണ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് സാധാരണ ചെയ്യാത്തൊരു കാര്യമാണ്. ഇപ്പോഴത്തെ ഈ സന്ദർശനത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറാനുമായി ഏറ്റവും വലിയ സൗഹൃദം പങ്കിടുന്ന രാജ്യങ്ങളിലൊന്നാണ് ചൈന. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്ക കൃത്യമായിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ ശത്രുവാണ്. അവരുടെ എല്ലാവിധ ആഭ്യന്തര വിഷയത്തിലും ഇടപെടാൻ വേണ്ടി വലിയ രീതിയിലുള്ള ശ്രമം നടത്താറുണ്ട് പല ഘട്ടങ്ങളിലും. സൈനികപരമായ രീതിയിൽ ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ടും ചൈന ഇടപെടുന്ന മറ്റു പല രാജ്യങ്ങൾക്ക് വലിയ രീതിയിൽ താരിഫ് ഉയർത്തിക്കൊണ്ട് ചൈനയ്ക്ക് പ്രയാസമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് അമേരിക്ക ചെയ്തു വരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ രീതിയിലുള്ള പരസ്യമായി പറയാത്ത രീതിയിൽ രഹസ്യമായിരിക്കുന്ന ഒരു ശത്രുവായിട്ട് തന്നെയാണ് ചൈന അമേരിക്കയെ കാണുന്നത്. ഏറെക്കുറെ അമേരിക്ക ചൈനയെ കാണുന്നു അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയും ഇറാൻ നടത്തുന്നതിൻ്റെ പിന്നിൽ ചൈന പ്രവർത്തിക്കുന്നുണ്ട്. ചൈനയുടെ വലിയ രീതിയിലുള്ള സഹായം പ്രതിരോധ രംഗത്താണെങ്കിലും ഈ മറ്റേതെങ്കിലും തന്ത്രപരമായിരിക്കുന്ന കാര്യത്തിലാണെങ്കിലും സൈനികപരമായിരിക്കുന്ന കാര്യത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ ഇറാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് സാറ്റലൈറ്റ് ചിത്രങ്ങൾ പ്രത്യേകമായിട്ടുണ്ട് എന്നുള്ളതാണ്. വ്യക്തവുമായ രീതിയിലാണ് ഇറാൻ ആക്രമണം നടത്തുന്നത്. അത് ലക്ഷ്യം കണ്ടുകൊണ്ട് തകർക്കപ്പെടുന്നു എന്നുള്ളത് ഒരു നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. അമേരിക്കയുടെ സമ്പൂർണ്ണമായിരിക്കുന്ന സൈനികമായിരിക്കുന്ന രഹസ്യങ്ങൾ, പ്രത്യേകിച്ച് കടൽ മേഖലയിലുള്ള അവർ സ്ഥാപിച്ചിരിക്കുന്ന മൈനുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാമെന്ന് അമേരിക്ക പറഞ്ഞ സമയത്ത്, എന്നാൽ അമേരിക്ക നിരീക്ഷണം നടത്തുന്ന കാര്യം പോലും യഥാർത്ഥത്തിൽ ഇറാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ഏറെക്കുറെ അമേരിക്കക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അഥവാ മൈനുകൾ നീക്കുക എന്നുള്ളത് ശ്രമകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം നീക്കുന്ന മൈനുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി സൈനികർ എത്തുന്നതിനെക്കുറിച്ച് പോലും കൃത്യമായിരിക്കുന്ന വിവരം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ സാമ്പത്തികപരമായിരിക്കുന്ന വലിയ രീതിയിലുള്ള മുന്നേറ്റം, സാമ്പത്തികപരമായിരിക്കുന്ന ആ സ്ഥിതിയിൽ നിന്ന് മാറ്റം വരുത്തണം എന്നുള്ളത്, അതായത് സാമ്പത്തിക പ്രയാസങ്ങൾ ലോകാടിസ്ഥാനത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ കൃത്യമായ രീതിയിൽ നിലനിൽക്കുന്നു. ആ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഹോർമുസ് കടലടച്ചതും അതിലുള്ള ഇറാൻ്റെ ഇടപെടലുമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയാണ് യുദ്ധ കുറ്റവാളി എന്നുള്ള നിലപാടാണ് ചൈന പല ഘട്ടങ്ങളിലും പറഞ്ഞത്. ഇപ്പോൾ ട്രംപിൻ്റെ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർ പറയുന്ന കാര്യമെന്ന് പറയുന്നത് പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്നുണ്ട് ചൈന. അവർക്ക് ഈ വെനിസുലയിൽ നിന്നാണ് 80% പെട്രോൾ കിട്ടിയിരുന്നത്. എന്നാൽ വെനിസുലയുടെ ഭരണത്തെ അട്ടിമറിച്ചു, അവിടുത്തെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി. അതോടനുബന്ധിച്ച് അതിൻ്റെ പെട്രോളിയത്തിൻ്റെ നിയന്ത്രണം അമേരിക്ക ഏർപ്പെടുത്തി. ചൈനയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന പെട്രോളിയം അതില്ലാതായി. ഇപ്പോൾ പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഏറ്റവും കുറവ് പെട്രോളിയം വിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ചൈന. ആ ഒരു വിലക്ക് യഥാർത്ഥത്തിൽ അമേരിക്കക്കോ മറ്റേതെങ്കിലും രാജ്യത്തിനോ വിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതിനെ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഒരു ചൈന സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു പ്രാധാന്യം നൽകാനുള്ള കാരണം തന്നെ ഇറാനെ പ്രതീക്ഷിച്ച തരത്തിൽ ഭരണം അട്ടിമറിക്കാനോ പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കാനോ അമേരിക്കക്ക് സാധിക്കാതെ പോയി.
അപ്പോൾ പിന്നെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ട് സമാധാനമായ രീതിയിലോ മറ്റോ യുദ്ധം നിർത്തിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഇത് സാരമായിരിക്കുന്ന തിരിച്ചടി അമേരിക്കക്കുണ്ട്. അമേരിക്ക ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ലോകത്തൊരു രാജ്യവും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയെ സഹായിക്കുന്നില്ല. ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു. ആകെ സഹായിക്കുന്ന ഇസ്രായേലാണ്. ഇസ്രായേലും അമേരിക്കയും ലോക ഭൂപടത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു. ഏതെങ്കിലും ഒരു അവസര സാഹചര്യങ്ങൾ കിട്ടിയാൽ വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇറാൻ നടത്തുന്നുണ്ട്. തങ്ങൾ ഇറാൻ ആക്രമിക്കും എന്നൊക്കെ ഇസ്രായേൽ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം തന്നെ അവിടെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ ഇറാൻ ആക്രമിക്കാനുള്ള ഒരു ധൈര്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലില്ല. കാര്യം ഇറാൻ്റെ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസവും കഷ്ടപ്പാടും ഇപ്പോൾ അനുഭവിക്കുന്നു. വീട് നഷ്ടപ്പെട്ടവർക്ക് പോലും വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത വിധം പ്രയാസമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിനകത്തുള്ളത്. പലതരത്തിലും അവിടെ ഈ ജനങ്ങൾ പുറത്തിറങ്ങിയിട്ട് ആഭ്യന്തരമായിരിക്കുന്ന പ്രശ്നങ്ങൾ പോലും നിലനിൽക്കുന്നു. സർക്കാർ വിരുദ്ധ കലാപങ്ങൾ, യുദ്ധവിരുദ്ധമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, റബ്ബിമാരാണെങ്കിൽ വേറെ രീതിയിൽ അങ്ങനെ രാജ്യത്തിൻ്റെ അകത്ത് ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത വിധം സംഘർഷപൂരിതമായിരിക്കുന്ന ഒരു രാജ്യമായി യഥാർത്ഥത്തിൽ ഇസ്രായേൽ മാറിയിരിക്കുകയാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ കണക്ക് കൂട്ടുന്ന സമയത്ത് ഇതെല്ലാം വലിയ രീതിയിലുള്ള നിരാശ ഉണ്ടാക്കുന്നതും വലിയൊരു ദുരന്തത്തിൻ്റെ മുൻകൂട്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്നുകൂടി ഈ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ആധിപത്യം എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയുടെ കുത്തകയായിട്ട് ഇത്രയും കാലം വരുന്നു. എന്നാൽ അറേബ്യൻ രാജ്യങ്ങൾ ഏറെക്കുറെ അമേരിക്കയുമായിട്ട് ഇപ്പോൾ അകന്നു പോകുന്നുണ്ട് എന്നുള്ളത് അമേരിക്ക തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ഭാവിയിൽ വലിയ രീതിയിലുള്ള ഭവിഷ്യത്തും പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഇറാൻ തന്നെ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ $2 മില്യൺ ഹോർമുസ് കടക്കാൻ വേണ്ടി തരണം. പക്ഷേ ആ പണം തരേണ്ടത് ഡോളറിലല്ല, നിങ്ങൾ യുവാനിൽ, അതായത് ചൈനയുടെ കറൻസിയിലോ റഷ്യൻ കറൻസിയിലോ ആണ് നൽകേണ്ടത്. ആ കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അപ്പോൾ ഡോളർ ഇത്തരം ഒരു പ്രവൃത്തി നടത്തി കഴിഞ്ഞാൽ അമേരിക്ക ചിന്തിക്കുന്ന ഭാവിയിൽ അറേബ്യൻ രാജ്യങ്ങളും ഇത് പറയാൻ സാധ്യതയുണ്ട്. ഡോളറിൽ വിനിമയമാണ്. ഇപ്പം കുറേ ചില രാജ്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഭാവിയിൽ സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാവും. രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യത്തിന് ഇടിവുണ്ടാവും. വലിയ ആഘാതങ്ങളും വിഷയങ്ങളും അമേരിക്കക്കുണ്ടാവും. അപ്പോൾ പ്രശ്നപരിഹാരം എന്ന് പറഞ്ഞാൽ പതുക്കെ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ചൈന ഇടപെട്ടുകൊണ്ട് ചൈനയും ഇറാനും തമ്മിൽ ചർച്ച നടത്തിയിട്ട് അതിനൊരു രമ്യമായിരിക്കുന്ന പരിഹാരം ഉണ്ടാക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തണം എന്നുള്ളതാണ് അമേരിക്ക ആലോചിക്കുന്നത്. പക്ഷേ അമേരിക്കക്ക് വലിയ രീതിയിൽ തിരിച്ചടി കിട്ടി. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും വലിയ പ്രാധാന്യം, അമേരിക്കയുടെ പ്രസിഡന്റ് വരുന്നതിനൊന്നും വലിയ പ്രാധാന്യം ചൈനയ്ക്കില്ല. ചൈന അതൊന്നും കണക്കാക്കുന്നില്ല എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ വിഷയം നിലക്കുന്നത്. അതുകൊണ്ടാണ് പ്രസിഡന്റ് പോലും സ്വീകരിക്കാൻ പോയിട്ടില്ല എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല, അതീവ ഗൗരവമുള്ള കാര്യമാണ്. അതിപ്പോൾ സന്ദർശനത്തിൻ്റെ അവസാനത്തോടു കൂടി ഒരു പക്ഷേ അത് അമേരിക്കയിൽ തന്നെ വിവാദമാകാനുണ്ട്. ഇപ്പോൾ അമേരിക്ക അത് ഒതുക്കി നിർത്തുകയാണ്. അത്തരമൊരു വിവാദം വരുന്ന സമയത്ത് മറ്റു പല ചർച്ചയും അത് സാരമായിട്ട് ബാധിക്കുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപദേശകർ തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട എന്നുള്ളത്. ഗുരുതരമായിരിക്കുന്ന തെറ്റ് എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രതിനിധി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. ചൈന എന്ന് പറയുന്ന രാജ്യത്തേക്ക് അമേരിക്കയുടെ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് എത്തുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന മാന്യമായിരിക്കുന്ന ഒരു സ്വീകരണം നൽകുക എന്നുള്ളത് മര്യാദയാണ്. ആ മര്യാദ ചൈന കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. വൈസ് പ്രസിഡന്റിനെ മറ്റോ ആണ് പറഞ്ഞയച്ചത് എന്ന് പറയുന്നു. വിദേശകാര്യ മന്ത്രിയെയും പറഞ്ഞയച്ചു, എന്നാൽ പ്രസിഡന്റ് പോയിട്ടില്ല. അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ നിയമം ചൈനയിൽ ഇല്ല എന്നാണ് പറയുന്നത്.